+1 ഇംഗ്ലീഷ് യൂണിറ്റ് 2 ചാപ്റ്റർ 2 പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാനൊരു വീഡിയോയിൽ തന്നിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഒരു 13 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞ വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇത് അടുത്ത ചോദ്യം എന്ന രീതിയിൽ 14-ാമത്തേത് ചോദ്യം ഇതാണ്: ഹൗ ഡിഡ് മിസ്റ്റർ ഗുപ്ത ഡിസ്ക്രൈബ് ഇന്ത്യ ടു മിസ്സിസ് ക്ലിഫോർഡ്? മിസ്റ്റർ ഗുപ്ത മിസ്സിസ് ക്ലിഫോർഡിനോട് ഇന്ത്യയെ പറ്റി എങ്ങനെയാണ് വിവരിക്കുന്നത്? ആൻസർ: മിസ്റ്റർ ഗുപ്ത സെഡ് ദാറ്റ് ഇന്ത്യ വാസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. ഇറ്റ് ഈസ് നോട്ട് കോൾഡ് ലൈക്ക് ഇംഗ്ലണ്ട്, ബട്ട് ഇറ്റ് ഈസ് സംവാട്ട് ഹോട്ട്. ഓഫ് കോഴ്സ് there are tigers and snakes in India, but they live in the jungles. If they came into the places where people live, they get killed. There are fevers in some places in India, but they differ with the places and seasons. മിസ്റ്റർ ഗുപ്ത ഇന്ത്യയെ പറ്റിയുള്ള വിവരണം നൽകുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മനോഹരമായൊരു രാജ്യമാണ്. ഇംഗ്ലണ്ടിനെ പോലെയുള്ള അത്രയധികം തണുപ്പേറിയ ഉള്ള ഒരു രാജ്യമല്ല. എന്നാൽ അല്പം സംവാട്ട് ഹോട്ട്, കുറച്ചൊക്കെ മൈൽഡായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അല്പം മിതമായ കാലാവസ്ഥ എന്ന് പറയാം. ചെറിയ തണുപ്പ്, ചെറിയ ചൂട്, അങ്ങനെയുള്ള തരത്തിലുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഒരു രാജ്യമാണ്. ഓഫ് കോഴ്സ് there are tigers and snakes in India. ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ ടൈഗേഴ്സും സ്നേക്സും എല്ലാം ഉള്ള ഒരു രാജ്യം തന്നെ. പക്ഷെ അവയെല്ലാം ജീവിക്കുന്നത്, സ്നേക്സും ടൈഗേഴ്സും ഒക്കെ കാടുകളിലാണ് അവർ ജീവിച്ചു പോരുന്നത്. if they came into the places where people live, they get killed. അതായത് ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ അവർ വരികയാണെങ്കിൽ അവരെ അപ്പോൾ തന്നെ ആളുകൾ കൊന്നുകളയും. there are fevers in some places in India. അതായത് ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ ബാധിതമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന സീസണൽ ചേഞ്ചസിനനുസരിച്ച് മാത്രമാണ് ഓരോ സ്ഥലങ്ങളിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതാ പറഞ്ഞേക്കുന്നത്. ബട്ട് ദേ ഡിഫർ വിത്ത് ദ പ്ലേസസ് ആൻഡ് സീസൺസ്. സ്ഥലങ്ങളും കാലങ്ങളും മാറുന്നതിനനുസരിച്ചായിരിക്കും അവയെല്ലാം വരിക എന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം: ഹു ഈസ് ഫ്രാൻസിസ്? വാട്ട് ഡു യു നോ അബൌട്ട് ഹിം? ഫ്രാൻസിസ് ആരാണ്? അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക? ഫ്രാൻസിസിന്റെ മറ്റൊരു നെയിമാണ് ഫ്രാങ്ക്. ഫ്രാൻസിസ് ഓർ ഫ്രാങ്ക് ഈസ് ദ ബ്രദർ ഓഫ് മാഗി ആൻഡ് സൺ ഓഫ് മിസ്സിസ് ക്ലിഫോർഡ്. മാഗിയുടെ സഹോദരനും ക്ലിഫോർഡിന്റെ മകനുമാണ്. ദേ ബോത്ത് ലവ് ഹിം ഡിയർലി. അദ്ദേഹത്തെ വളരെയധികം, ഇവർ രണ്ടുപേരും വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഹീസ് ഇൻ ദി പഞ്ചാബ്. അദ്ദേഹം പഞ്ചാബിലാണ്. ഇൻ ദ റെജിമെന്റ് ഫൈറ്റിംഗ് ഓൺ ദ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ. അതായത് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയറിൽ അദ്ദേഹം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നിലകൊണ്ടിരുന്ന ഒരു സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഒരു പട്ടാളക്കാരനായിരുന്നു ഫ്രാങ്ക്. ഹി ലവ്സ് ഹിസ് മദർ ആൻഡ് സിസ്റ്റർ. മദറിനെയും, അതായത് മാഗിയെയും, അതേപോലെ തന്നെ മാഗിയുടെ അമ്മയാണ് മിസ്സിസ് ക്ലിഫോർഡ്. അവർ രണ്ടുപേരെയും അദ്ദേഹത്തിന് ഭയങ്കര കാര്യമായിരുന്നു. ഹി ലവ്സ് ഹിസ് മദർ ആൻഡ് സിസ്റ്റർ. ഹി ഹാസ് സെൻഡ് ഹർ സിസ്റ്റർ എ ബുക്ക് ഓഫ് പിക്ചേഴ്സ് ഓഫ് സിംല ആൻഡ് ദ സറൗണ്ടിങ് മൗണ്ടൻ കൺട്രി. അതായത് ഫ്രാങ്ക് തന്റെ സഹോദരിയായ മാഗിക്ക് അവിടുത്തെ താൻ ജോലി ചെയ്യുന്ന സിംലയിലെ ആ ഒരു രാജ്യത്തിൻ്റെതായ കുറേ അധികം മൗണ്ടൻസ് അടങ്ങുന്നതായ പിക്ചേഴ്സ് എല്ലാം തന്നെ, എ ബുക്ക് ഓഫ് പിക്ചേഴ്സ്, അതായത് പിക്ചറുകൾ അടങ്ങുന്ന ഒരു ബുക്ക് തന്നെ സഹോദരിക്ക് അയച്ചു കൊടുത്തിരുന്നു. ഹീ സൂപ്പർസ്റ്റിഷ്യസ്. കുറച്ച് അന്ധവിശ്വാസമുള്ള ഒരു മനുഷ്യനാണ്. ഹി ആൾസോ സെൻഡ് ഹർ എ ക്രിസ്റ്റൽ റിംഗ് സെയിങ് ദാറ്റ്. ഇവൾക്ക് മാഗിക്ക് ഒരു ക്രിസ്റ്റലിന്റെ ഒരു റിംഗ് അയച്ചു കൊടുത്തു, മോതിരം അയച്ചു കൊടുത്തിട്ട് അവളോട് പറഞ്ഞു, ഇറ്റ് വാസ് ഗിവൺ ടു ഹിം ബൈ എ യോഗി. അതായത് ഒരു യോഗി തനിക്ക് തന്നതാണ്, അത് നീ കയ്യിൽ സൂക്ഷിച്ചു വെക്കണം. ആ യോഗി തന്നോട് പറഞ്ഞിരുന്നു, ഇറ്റ് വാസ് എ മാജിക്കൽ റിംഗ്, അതൊരു മാന്ത്രിക ശക്തിയുള്ള മോതിരമാണെന്നും പറഞ്ഞിരുന്നു. ദ യോഗി ഹാഡ് ടോൾഡ് ഹിം ഇറ്റ് വാസ് എ മാജിക്കൽ റിംഗ്. യോഗി തന്നോട് പറഞ്ഞത് അതൊരു മാജിക്കൽ റിംഗ് എന്നാണ്. ഇഫ് സംബഡി ലുക്ക്ഡ് ഇൻ ടു ദ ക്രിസ്റ്റൽ തിങ്കിങ് ഓഫ് എ പേഴ്സൺ ഹു ഈസ് ഫാർ അവേ, ഹി ക്യാൻ സീ ദ പേഴ്സൺ ആൻഡ് വാട്ട് ഹി ഈസ് ഡൂയിങ്. അതായത് ആ യോഗി പറഞ്ഞത് എന്തെന്നാൽ, ഇത് ദൂരെ നിന്നുകൊണ്ട് ഈ മോതിരത്തിലൂടെ നോക്കിയാൽ ഇതിന്റെ മാന്ത്രിക ശക്തി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരിക്കുന്ന മനുഷ്യന് എത്ര ദൂരത്താണേലും ഈ മാന്ത്രിക ശക്തിയുള്ള മോതിരത്തിന് ഇതിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. തിങ്കിങ് ഓഫ് എ പേഴ്സൺ ഹു ഈസ് ഫാർ അവേ, ഹി ക്യാൻ സീ ദ പേഴ്സൺ ആൻഡ് വാട്ട് ഹി ഈസ് ഡൂയിങ്. അയാളെ കാണാം, അയാൾ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മാഗിയും ക്ലിഫോർഡും, മാഗിയും അമ്മയും
ഓഫൺ ലുക്ക്ഡ് ഇൻ ടു ദ ക്രിസ്റ്റൽ. മിക്കവാറും ആ ക്രിസ്റ്റൽ റിങ്ങിലേക്ക് അവർ നോക്കും. ബട്ട് ദേ നെവർ സോ ഫ്രാൻസിസ്. പക്ഷെ അവർക്ക് ഇതുവരെ ഫ്രാൻസിസിനെ അതിൽ നോക്കിയിട്ട് അങ്ങ് ദൂരെയുള്ള സിംലയിലുള്ള ഫ്രാൻസിസിനെ കാണാൻ സാധിച്ചിട്ടില്ല. ഫൈനലി വി കം ടു നോ ദാറ്റ് ഫ്രാൻസിസ് വാസ് കിൽഡ് ഇൻ ദി വാർ ആൻഡ് വാസ് ബറീഡ് അറ്റ് ഫോർട്ട് മോൺട്രോ നിയർ ദേര ഖാസി ഖാൻ. അതായത് പിന്നീട് ഇവർ അറിയാൻ സാധിച്ചത് ഇവളുടെ മാഗിയുടെ സഹോദരനായ ഫ്രാൻസിസ് അവിടെ യുദ്ധത്തിലെ കൊല്ലപ്പെട്ടെന്നും അദ്ദേഹത്തിന്റെ ശവസംസ്കാരം അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് ഫോർട്ട് മോൺട്രോയിലാണ്. ഫോർട്ട് മോൺട്രോ എന്ന് പറയുന്നത് ഡെറാ ഖാസി ഖാനിന് അടുത്തുള്ള ഫോർട്ടാണ്. അവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. മാഗി വാണ്ട് the narrator to place some flowers on her brother's grave when he goes to India and she pays him a shilling for that. അപ്പോൾ മാഗി ആഗ്രഹിക്കുന്ന എന്തെന്നാൽ നമ്മുടെ കഥാകൃത്ത്, അദ്ദേഹമല്ല നറേറ്റർ, കഥാകൃത്തിന്റെ അടുത്തേക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. താങ്കൾ ഇന്ത്യയിൽ പോകുമ്പോൾ ഈ വഴിക്ക് ഒന്ന് പോകണം, അതായത് തന്റെ സഹോദരനെ അടക്കം ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഒന്ന് പോകണം. ആ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയിൽ ചെന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു ഒരു ബൊക്കെ, പൂ കൊണ്ടുള്ള ബൊക്കെ, ഫ്ലവർ കൊണ്ടുള്ള ബൊക്കെ അദ്ദേഹത്തിന് സമ്മാനിക്കണമെന്നും പറയുന്നു. അതിനു വേണ്ടിയിട്ട് അവൾ ഒരു ഷില്ലിങ് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക. ഷില്ലിങ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പ എന്ന് പറയില്ലേ, ഇന്ത്യൻ രൂപ എന്ന് പറയുന്ന പോലെയുള്ള നാണയമാണ് ഷില്ലിങ്. അപ്പോൾ ഷില്ലിങ് കയ്യിലേക്ക് കൊടുക്കുകയാണ്. മാഗി വാണ്ട് ദി നറേറ്റർ ടു പ്ലേസ് സം ഫ്ലവേഴ്സ് ഓൺ ഹർ ബ്രദേഴ്സ് ഗ്രേവ്. തന്റെ സഹോദരന്റെ കല്ലറയിൽ കുറച്ച് പൂക്കൾ സമർപ്പിക്കണമെന്നാണ് മാഗിയുടെ ആഗ്രഹം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വെൻ ഹി ഗോസ് ടു ഇന്ത്യ ആൻഡ് ഷീ പേയ്സ് ഹിം എ ഷില്ലിങ് ഫോർ ദാറ്റ്. അദ്ദേഹം, നമ്മുടെ നറേറ്റർ എന്നാണോ ഇന്ത്യയിൽ പോകുന്നത്, ആ ഇന്ത്യയിൽ പോകുന്ന സമയത്ത് അവിടെ പോകണം. അതിനു വേണ്ടിയിട്ട് പൂക്കൾ വാങ്ങാൻ വേണ്ടിയുള്ള പൈസയും ഷില്ലിങ്ങും കയ്യിലേക്ക് കൊടുക്കുന്നു. ഇറ്റ് ഈസ് ഫ്രം ദിസ് സാക്രിഫിഷ്യൽ ആക്ട് ഓഫ് ഹേഴ്സ് ദാറ്റ് ദ സ്റ്റോറി ഗെറ്റ്സ് ഇറ്റ്സ് ടൈറ്റിൽ. അപ്പോൾ ഇങ്ങനെ വളരെ ത്യാഗപരമായ ഒരു പ്രവർത്തനം മാഗിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ കഥയ്ക്ക് ഈ ഒരു ടൈറ്റിലും കൊടുത്തിരിക്കുന്നത്, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന രീതിയിലുള്ള ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഫ്രം ദിസ് സാക്രിഫിഷ്യൽ ആക്ട് ഓഫ് ഹേഴ്സ് ദാറ്റ് ദ സ്റ്റോറി ഗെറ്റ്സ് ഇറ്റ്സ് ടൈറ്റിൽ. ഓക്കെ, then what is your opinion about superstitions? Do you believe in it? അന്ധവിശ്വാസങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ? ആൻസർ, സൂപ്പർസ്റ്റിഷൻസ് ആർ ബാഡ്. അന്ധവിശ്വാസങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ളതാണ്. ബട്ട് ദേ ആർ റാംപന്റ് ഇൻ ദ സൊസൈറ്റി. എന്നാൽ അത് വ്യാപകമായിട്ടുന്നുണ്ട്. റാംപന്റ്, വ്യാപകമായിട്ട്. അന്ധവിശ്വാസങ്ങൾ വളരെ വ്യാപകമായിട്ട് ഇന്ന് സമൂഹത്തിലുണ്ട്. Superstitions are often connected with the religious beliefs and some unscrupulous people exploit the believers by feeding them with the superstitions. അതായത് അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലെ മതവിശ്വാസങ്ങളോ ആചാരങ്ങളോ അത് വേണ്ടാധീനങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചില ആളുകൾ വിശ്വസിക്കുന്ന ആൾക്കാരെ ശരിക്ക് ചൂഷണം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അന്ധവിശ്വാസത്തിലൂടെ കടന്നു പോകുന്ന ജനങ്ങളെ ശരിക്ക് അടിമകളെ ആക്കിക്കൊണ്ട് ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. Some people believe that if a black cat crosses your way, the work for which you are going will not be done. അതായത് ചില ആൾക്കാർ വിശ്വസിക്കുന്ന എന്തെന്നാൽ നിങ്ങളുടെ വഴിയിലൂടെ ഒരു കറുത്ത പൂച്ച വട്ടം ചാടിയാൽ പിന്നെ നിങ്ങൾ പോകുന്നതൊന്നും തന്നെ നന്നാവില്ല. നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്നും തന്നെ നേരായി നടക്കില്ല എന്ന് ചില ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. If a black cat crosses your way, the work for which you are going will not be done. അപ്പോൾ പിന്നീട് നിങ്ങൾ ആ പൂച്ച വട്ടം ചാടിയത് കണ്ടുകൊണ്ട് പിന്നെ നിങ്ങൾ അന്നേ ദിവസം വേറെ വർക്ക് ചെയ്യാൻ പോകരുതെന്നാണ്. ഇറ്റ് ഈസ് സ്റ്റുപ്പിഡ് ടു ബിലീവ് ഇൻ സൂപ്പർസ്റ്റിഷൻസ്. അപ്പൊ ശരിക്കും വളരെ സ്റ്റുപ്പിഡാണ്, വളരെ മോശമാണ് ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്നത്. ഐ ഡോണ്ട് ബിലീവ് ഇൻ എനി. ഇവയൊന്നും എനിക്ക് വിശ്വാസമില്ല എന്നാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്. ഐ ബിലീവ് ഇൻ ഗോഡ് ബട്ട് നോട്ട് ഇൻ ദ സൂപ്പർസ്റ്റിഷൻസ് ട്രേഡഡ് ഇൻ ഹിസ് നെയ്യും. ദൈവത്തിന്റെ പേരിൽ പുറത്തിറങ്ങുന്ന ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലൊന്നും തന്നെ വിശ്വാസമില്ല എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ അന്ധവിശ്വാസങ്ങളിൽ ഒട്ടും തന്നെ വിശ്വാസമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഡിസ്ക്രൈബ് ദ ഇൻസിഡന്റ് ദാറ്റ് ടച്ച്ഡ് ദ നറേറ്റർ ഡീപ്ലി. നമ്മുടെ കഥാകൃത്തിനെ വളരെ ഹൃദ്യമായി തന്നെ ആകർഷിച്ച സംഭവം എന്തായിരുന്നു? വളരെ അഗാധമായി തന്നെ ടച്ച് ചെയ്ത സംഭവം എന്തായിരുന്നു? Maggie had a violin and she learned to play some songs with her own efforts.
She could not go to any teacher to learn violin because of the lack of money. Her mother knows that Maggie has talent for playing violin. She tells the narrator that if ever their circumstances improved, she would send Maggie to have violin lessons. This incident deeply touched the narrator's heart. മാഗിക്ക് ഒരു വയലിൻ ഉണ്ടായിരുന്നു. ആ വയലിൻ അവള് വായിക്കുവാനും ഒരുവിധമെല്ലാം സ്വന്തം പരിശ്രമത്താൽ അവൾക്ക് പഠിച്ചെടുക്കാൻ കഴിഞ്ഞു. ഷീ കുഡ് നോട്ട് ഗോ ടു എനി ടീച്ചർ ടു ലേൺ ദ വയലിൻ. ഒരു ടീച്ചറിന്റെ അടുത്ത് പോയിട്ടല്ല അവള് വയലിൻ പഠിച്ചത്. കാരണം എന്തെന്നാൽ ടീച്ചറിന്റെ അടുത്ത് പോയി പഠിക്കാൻ വേണ്ടിയുള്ള പണം അവൾക്കില്ലായിരുന്നു. അവളുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു മാഗിക്ക് നല്ല കഴിവുണ്ട്, വയലിൻ വായിക്കാനൊക്കെ അവൾക്ക് സാധിക്കുമെന്ന്. പക്ഷെ പണം കൊടുത്ത് പഠിപ്പിക്കാനുള്ള ശേഷി അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല. അമ്മ ഈ നറേറ്ററായ കഥാകൃത്തിനോട് പറയുകയാണ്, ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മാഗിയെ വയലിൻ ക്ലാസ്സിന് അയക്കുമെന്ന്. ഇത് കേട്ടപ്പോഴേക്കും ഈ സംഭവം വളരെ ആഴത്തില് നറേറ്ററിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഓക്കെ, വൈ വാസ് മാഗി അൺഎബിൾ ടു ഗോ ടു വർക്ക്? എന്തുകൊണ്ടാണ് മാഗിക്ക് വർക്കിന് പോകാൻ കഴിയാതായത്? മാഗി വാസ് അൺഎബിൾ ടു ഗോ ടു വർക്ക് ബിക്കോസ് ഹെർ മദർ വാസ് സീരിയസ്ലി സിക്ക്. എന്താ പോകാൻ പറ്റാതിരുന്നതെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് ഗൗരവമായ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അസുഖത്തിന് അടിമയായതുകൊണ്ടാണ് മാഗിക്ക് ജോലിക്ക് പോകാൻ പറ്റാതായത്. സിൻസ് ദെയർ വാസ് നോബഡി ഇൻ ദ ഹൗസ് ടു ലുക്ക് ആഫ്റ്റർ ഹർ സിക്ക് മദർ ഷീ കുഡ് നോട്ട് ഗോ ടു വർക്ക്. അതായത് തന്റെ രോഗിയായ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടായിരുന്നു മാഗിക്ക് ജോലിക്ക് പോകാൻ കഴിയാതിരുന്നത്. Then why did Mr. Gupta take some money with him when he went to see Mrs. Clifford? അതായത് മിസ്റ്റർ ഗുപ്ത എന്തുകൊണ്ടാണ് കുറച്ച് പണം കൈവശം കരുതിയത്? അദ്ദേഹം മിസ്സിസ് ക്ലിഫോർഡിനെ കാണാൻ പോയപ്പോൾ എന്തുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്ത കൈവശം കുറച്ച് പണം കരുതിയത്? ആൻസർ: Mr. Gupta took some money with him when he went to see Mrs. Clifford because his hostess told him that since Maggie had not gone for work for a week and had not received any pay, it was possible they were in financial trouble. In the letter Maggie wrote to him, she had mentioned that her mother was very ill and she was not able to go to work for a week. She had not asked for any financial help, but the hostess to whom the narrator spoke about the letter thought that Maggie and her mother might need financial assistance. അതായത് മിസ്റ്റർ ഗുപ്ത തന്റെ കൈവശം കുറച്ച് പണം കരുതിയത് എന്തുകൊണ്ടെന്നാൽ തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തെന്നാൽ ഇവിടെ മാഗിയും അതേപോലെ തന്നെ മാഗിയുടെ അമ്മയ്ക്ക് അസുഖമായിരിക്കുന്നു. മാഗി കുറച്ച് ദിവസങ്ങളായി ജോലിക്ക് പോയിട്ട്, അപ്പോൾ ജോലിക്ക് പോകാതിരിക്കുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവളുടെ കയ്യിൽ പൈസയൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ദുരിതത്തിലായിരിക്കുമെന്ന് അദ്ദേഹം കരുതുകയാണ്. അതേപോലെ ലെറ്ററിൽ മാഗി എഴുതിയിരുന്ന കാര്യം എന്തെന്നാൽ തൻ്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് കിടപ്പാണെന്നുള്ളതാണ്. അപ്പോൾ ആ ലെറ്റർ വായിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലായി മാഗിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അമ്മ അസുഖമായിട്ട് കിടപ്പാണ്, യാതൊരു തരത്തിലുള്ള വർക്കും ചെയ്യാൻ പറ്റുന്നില്ല നാളുകളായിട്ട്. എന്നാൽ പോലും യാതൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായമോ മറ്റു സഹായമോ ഒന്നും തന്നെ മാഗി നറേറ്ററോട് ചോദിച്ചിരുന്നുമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യമെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നറേറ്റർ മാഗിയുടെ വീട് സന്ദർശിക്കുന്ന വേളയിലെ കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കാമെന്ന് കരുതിയാണ് കയ്യിൽ കുറച്ച് പൈസ കരുതിയത്. ഓക്കെ, വൈ ഡിഡ് മിസ്റ്റർ ഗുപ്ത ആൻഡ് മാഗി ടിപ്ടോ ഇൻ ടു ദ സിറ്റിംഗ് റൂം? എന്തുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്തയും മാഗിയും സിറ്റിംഗ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത്? മിസ്റ്റർ ഗുപ്ത ആൻഡ് മാഗി tiptoed into the sitting room because Maggie wanted to talk to him in private. They did not want to disturb the sick woman with their talk. അതായത് ഇവർ രണ്ടു കൂട്ടരും ഒരു പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനെ സിറ്റിംഗ് റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നു. മറ്റൊരു റൂമിൽ അമ്മ കിടക്കുന്നു. അമ്മ പേഷ്യന്റ് ആണ്. അപ്പോൾ മിസ്റ്റർ ഗുപ്തയും മാഗിയും വേറെ സിറ്റിംഗ് റൂമിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടത് പ്രധാനമായിട്ടും എന്തെന്നാൽ അവരുടെ സംസാരം ഒരിക്കലും മറ്റ് അസുഖമായി കിടക്കുന്ന അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് കരുതിയാണ്. അതായത് രോഗം ബാധിച്ച് കിടക്കുന്ന അമ്മയ്ക്ക് തങ്ങളുടെ സംസാരം ഒരു തരത്തിലും ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കരുത് എന്നൊരു
ചിന്തയിലാണ് മിസ്റ്റർ ഗുപ്തയും മാഗിയും സിറ്റിംഗ് റൂമിലിരുന്ന് സംസാരിച്ചത്. ഓക്കെ. ദെൻ വാട്ട് റിക്വസ്റ്റ് ഡിഡ് മാഗി മേക്ക് ടു മിസ്റ്റർ ഗുപ്ത? മാഗി എന്താണ് മിസ്റ്റർ ഗുപ്തയോടൊരു റിക്വസ്റ്റ് നടത്തിയത്? മാഗി വാണ്ടഡ് മിസ്റ്റർ ഗുപ്ത ടു ഗെയ്സ് ഇൻ ടു ദ ക്രിസ്റ്റൽ ആൻഡ് ടെൽ ഹർ മദർ ദാറ്റ് ഫ്രാങ്ക്സ് വാസ് alive and well, even if he did not see anything in the crystal. Her mother was seriously sick and her sickness is aggravated by her worries about Frank, from whom she hasn't heard for long. If Mr. Gupta tells her that Frank is alive and well, it will help her to recover. അപ്പോൾ മാഗി മിസ്റ്റർ ഗുപ്തയോട് ആവശ്യപ്പെടുന്നത് എന്തെന്നാൽ ഒന്ന് നോക്കുക, ഈ ഒരു മോതിരത്തിന്റെ ക്രിസ്റ്റലിലൂടെ തന്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് നോക്കുക, എന്നിട്ട് പറയുക ഫ്രാങ്ക് ജീവനോടെ അവിടെ സിംലയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, ആ മകൻ ജീവിച്ചിരിക്കുന്നുണ്ട്, നന്നായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് മാത്രം മതിയാകും ഈ അമ്മയ്ക്ക് അമ്മയുടെ അസുഖം മാറാൻ. പക്ഷെ ഫ്രാങ്കിനെ കാണുന്നതിന് വേണ്ടി ക്രിസ്റ്റലിലൂടെ നോക്കിയിട്ട് മിസ്റ്റർ ഗുപ്ത യാതൊന്നും തന്നെ കണ്ടില്ല, യാതൊന്നും കാണാൻ കഴിയുന്നുമില്ല. ഹർ മദർ വാസ് സീരിയസ്ലി സിക്ക് ആൻഡ് ഹർ സിക്നസ് ഈസ് അഗ്രവേറ്റഡ്. അപ്പോൾ തന്റെ മകനെ പറ്റിയുള്ള, മകൻ ഇങ്ങനെ നാളുകളായിട്ടൊരു വിവരവും ഇല്ലല്ലോ എന്നുള്ള ചിന്തയാണ് ആ അമ്മയ്ക്ക് അസുഖമായിട്ട്, അസുഖത്തിന്റെ ആ ഒരു രീതിയിൽ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് അസുഖം ബാധിച്ചു കിടക്കുന്ന അമ്മയുടെ ആ അസുഖത്തിനും അവരുടെ ദുഃഖത്തിനും വിഷമങ്ങളെല്ലാം തന്നെ കുറയുന്നതിന് വളരെ സഹായകമാകും നമ്മുടെ ഗുപ്ത ഇപ്രകാരം നോക്കിയിട്ട്, ആ ക്രിസ്റ്റലിലൂടെ നോക്കിയിട്ട് അമ്മയോട് പറയണം, മകൻ ഇത് ക്രിസ്റ്റലിലൂടെ നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, മകൻ അവിടെ സുഖമായിട്ട് നന്നായിട്ട് കഴിയുന്നു എന്ന് പറയണം. അങ്ങനെ പറയുമ്പോൾ അത് അമ്മയ്ക്കൊരു ആശ്വാസമായിരിക്കും എന്ന് മാഗി ഗുപ്തയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ നാളുകളായിട്ട് മകനെ പറ്റി യാതൊരു വിവരവും അറിയാതിരിക്കുന്ന അമ്മയ്ക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായിരിക്കും. അമ്മൾക്ക് ആ വാക്ക് കേട്ടാൽ മാത്രം മതി, ഫ്രാങ്ക് ഈസ് എലൈവ് എന്നുള്ള ഒരൊറ്റ വാക്ക് കേട്ടാൽ മതി. ഫ്രാങ്ക് ഈസ് എലൈവ്, അതായത് മകൻ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ, നന്നായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് തൻ്റെ അമ്മയ്ക്ക് തിരിച്ചു വരാൻ, അസുഖത്തിൽ നിന്നും തിരിച്ചു വരാൻ സഹായകമാകുമെന്നാണ് അവളുടെ പ്രതീക്ഷ. അതാണ് അവള് മാഗി എന്ന പെൺകുട്ടി അദ്ദേഹത്തിനോട്, മിസ്റ്റർ ഗുപ്തയോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് ചെയ്യണം, ഈ മോതിരത്തിന്റെ ക്രിസ്റ്റലിൽ നോക്കിയിട്ട് എനിക്ക് മകനെ കാണാൻ സാധിക്കുന്നുണ്ട്, മകൻ അവിടെ നന്നായി ജീവിച്ചിരിക്കുന്നു, ഒരു കുഴപ്പവുമില്ല എന്ന് പറയണം അമ്മയോട്. അത് പറയിപ്പിക്കാനാണ് മാഗി അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. Then why was the crystal ring so special to Mrs. Clifford? ഈ ക്രിസ്റ്റൽ റിംഗ് എന്തുകൊണ്ടാണ് മിസ്സിസ് ക്ലിഫോർഡിന് വളരെ സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത്? The crystal ring was so special to Mrs. Clifford because it was sent by her son Frank from India. Frank had written that the crystal ring was given to him by a yogi. The yogi had told him that the crystal ring was a magical one. If somebody looked into the crystal thinking of a person who was even far away, he could see the person and what he was doing. Mrs. Clifford believed her son's words. അതായത് ഈ ക്രിസ്റ്റൽ റിംഗ് വളരെ സ്പെഷ്യലാണ് അമ്മയ്ക്ക്. അമ്മയാണ് മിസ്സിസ് ക്ലിഫോർഡ്. അമ്മയ്ക്ക് ഇത് വളരെ സ്പെഷ്യൽ ആകാൻ കാരണം എന്താ? ബിക്കോസ് ഇറ്റ് വാസ് സെൻഡ് ബൈ ഹർ സൺ ഫ്രാങ്ക്. അതായത് ഫ്രാങ്ക്, തന്റെ മകനായ ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്നും അയച്ചു കൊടുത്തതാണ്. ഇവര് ഇപ്പോൾ ഇംഗ്ലണ്ടിലല്ലേ, അപ്പോൾ ഇംഗ്ലണ്ടില് അമ്മയ്ക്ക് അയച്ചു കൊടുത്തതാണ് ഈ മോതിരം. ഫ്രാങ്ക് ഹാഡ് റിട്ടൺ ദാറ്റ്. ആ മോതിരം അയച്ചു കൊടുത്തപ്പോൾ ഫ്രാങ്ക് എഴുതിയിട്ട് എന്താ പറഞ്ഞത്? ഈ ക്രിസ്റ്റൽ റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്, ഇത് തനിക്കൊരു യോഗി ആണ്, ഒരു മുനി കൊടുത്തതാണ്. ആ മുനി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ക്രിസ്റ്റൽ റിങ്ങിലൂടെ നോക്കിയാൽ അതിന് ഒരു പ്രത്യേക ശക്തി വിശേഷമുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതിലൂടെ അതിദൂരെയുള്ള ഒരാളെ കാണണമെന്ന രീതിയിൽ ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നാം ഇവിടെ ഒന്ന് നോക്കിയാൽ അയാളെ നമുക്ക് കാണുവാൻ, അയാൾ എത്ര ദൂരെയാണെങ്കിലും അയാളെ കാണുവാനും അയാൾ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് കാണുവാനൊക്കെ അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മകൻ പറഞ്ഞ വാക്കുകൾ അമ്മ ഇവിടെ അതുവഴി വിശ്വസിച്ചിരിക്കുകയാണ്. ഇതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, വാട്ട് മെയ്ഡ് മിസ്സിസ് ക്ലിഫോർഡ് റിക്കവർ? മിസ്സിസ് ക്ലിഫോർഡ് തിരിച്ചു വരാനായിട്ട്, അതായത് രോഗത്തിൽ നിന്നും വിമുക്തമാകാനായിട്ട് എന്താണ് ചെയ്തത്? Mrs. Clifford's illness was aggravated because of her
worries about her son Frank, from whom she had not heard for long. She did not know if he was alive and well. Maggie requested Mr. Gupta to look into the crystal ring and tell her mother that Frank was alive and well, even if he saw nothing in the crystal ring. Gupta did accordingly, and this made Mrs. Clifford recover from his illness. അപ്പോൾ മിസ്സിസ് ക്ലിഫോർഡിന്റെ രോഗം എങ്ങനെയാ? അത് വളരെ എന്താ പറയാ, മൂർച്ഛിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. രോഗം വളരെ കൂടിയിരിക്കുന്ന അവസ്ഥയാണ്. കാരണം അവരുടെ മനസ്സിൽ അത്രയധികം വിഷമങ്ങളും ദുഃഖവും ഒക്കെ ഉണ്ട്. തന്റെ മകനെ കുറിച്ച് ഒരു വിവരവുമില്ല. മകൻ പോയിട്ട് നാളേറെയായി, പട്ടാളക്കാരനായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. അങ്ങനെ പോയി ആയിട്ട് യാതൊരു തരത്തിലും നാളുകളായിട്ട് ഒരു വിവരവും ഇല്ലാതിരിക്കുകയാണ്. അപ്പോഴാണ് പിന്നീട് അദ്ദേഹം യാതൊരു വിവരമില്ലാതിരുന്ന അവസ്ഥയിലാണ് മാഗി മിസ്റ്റർ ഗുപ്തയോടൊന്ന് വരണം, വീട്ടിലേക്ക് വരണം, എന്നിട്ട് ഇന്നൊരു കാര്യം ചെയ്തു കൊടുക്കണം. അവിടെ ഒരു മാന്ത്രിക മോതിരമുണ്ട്. ആ മാന്ത്രിക മോതിരത്തിൽ നോക്കിയിട്ട് അമ്മയോട് പറയണം ഫ്രാങ്ക് ഇന്നും സുഖമായിട്ടിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ടാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോഴേക്കും ഗുപ്ത അതിന് പ്രകാരം ചെയ്യണം എന്ന രീതിയിൽ റിക്വസ്റ്റ് കൊടുക്കുന്നു. ഗുപ്ത അതുപോലെ തന്നെ ചെയ്യുന്നു. ഗുപ്ത അങ്ങനെ പറഞ്ഞു, അമ്മയോട്, മിസ്സിസ് ക്ലിഫോർഡിനോട് അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ ഇതാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ അവർക്ക് അവരുടെ മനസ്സിന്റെ ആ വിഷമവും ആ സങ്കടവും എല്ലാം മാറുകയും രോഗത്തിൽ നിന്നും എന്താ പറയാ, രോഗം പാതി മാറുന്ന ഒരവസ്ഥയിലേക്ക് അവർ തിരിച്ചു വരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ക്ലിഫോർഡിനെ കൊണ്ട് പറയിച്ചു. എന്താ പറയിച്ചത്? മകൻ നന്നായിരിക്കുന്നു, മകൻ ഇന്നും ജീവിച്ചിരിക്കുന്നു, മകന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്നത് ആ മോതിരത്തെ നോക്കി മാഗി ഇദ്ദേഹത്തെ കൊണ്ട്, ഗുപ്തയെ കൊണ്ട് പറയിച്ചു. അങ്ങനെ ചെയ്തപ്പോഴേക്കും ഈ അമ്മയുടെ അസുഖത്തിന് മാറ്റം ഉണ്ടായി. ഓക്കെ. Then why was Mr. Gupta ashamed to face Mrs. Clifford? എന്താ മിസ്സിസ് ക്ലിഫോർഡിനെ നോക്കിയപ്പോഴേക്കും ഗുപ്തയ്ക്കൊരു ashamed ആയിപ്പോയത്? ഗുപ്ത എന്തുകൊണ്ടാണ് മിസ്സിസ് ക്ലിഫോർഡിനെ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങൊരു നാണിച്ചു പോയത്? മിസ്സിസ് ഗുപ്ത was ashamed to face Mrs. Clifford because Frank had been dead some days when he told her that he was alive and well. Since he had told her a lie, he was ashamed to face her. അതായത് മിസ്സിസ് ഗുപ്തയെ ഫേസ് ചെയ്യാനായിട്ടൊരു വിഷമം തോന്നിയത് എന്തുകൊണ്ടാണ് ചോദ്യം. ഇതെന്തുകൊണ്ടെന്നാൽ മിസ്സിസ് ക്ലിഫോർഡിനോട് നുണ പറഞ്ഞു എന്നുള്ളൊരു തോന്നല്. അതായത് ഫ്രാങ്ക് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ താൻ ഇപ്രകാരം നുണ പറഞ്ഞപ്പോൾ അതിന് ഏതാനും ദിവസം മുമ്പാണ് ഫ്രാങ്ക് യഥാർത്ഥത്തിൽ മരിച്ചത്. അപ്പോൾ ഈ പറയുന്നതിന് ഏതാനും ദിവസം മുമ്പാണ് ഫ്രാങ്ക് മരിക്കുന്നത്. അപ്പോൾ താൻ ഒരു വലിയ നുണ ഈ അമ്മയോട് പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് അദ്ദേഹത്തിന് അവരെ ഫേസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട്. ഓക്കെ. മിസ്സിസ് ഗുപ്ത വാസ് Mr. Gupta was ashamed to face Mrs. Clifford because Frank had been dead some days when he told her that he was alive and well. Since he had told her a lie, he was ashamed to face. അപ്പോൾ ഇങ്ങനെ ആ ക്രിസ്റ്റൽ ആ മോതിരത്തെ നോക്കി പറയുകയാണ്, മകൻ സന്തോഷത്തോടു കൂടി അവിടെ ഉണ്ട്, ചെയ്യുന്നത് എന്താണെന്ന് വരെ നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം. സുഖത്തോടുകൂടി സന്തോഷമായിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ഏതാനും ദിവസം മുമ്പായിരുന്നു അദ്ദേഹം മരിച്ചത്. അപ്പോൾ അങ്ങനെ മരിച്ച ഒരാളെ പറ്റി ജീവിച്ചിരിക്കുന്നു എന്ന് നുണ പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് മിസ്സിസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നിയത്. വാട്ട് വാസ് ദ പ്രോമിസ് ഗിവൺ ടു മാഗി? മാഗിക്ക് എന്താണ് പ്രോമിസ് കൊടുത്തിരുന്നത്? ദ പ്രോമിസ് ഗിവൺ ടു മാഗി വാസ് ദാറ്റ് ദ നറേറ്റർ മിസ്റ്റർ ഗുപ്ത വുഡ് വിസിറ്റ് ദ ഗ്രേവ് ഓഫ് ഹർ ബ്രദർ അറ്റ് മോർട്ട് മൺറോ നിയർ ദേര ഖാസി ഖാൻ വെൻ ഹി ഗോസ് ടു ഇന്ത്യ. അതായത് വാഗ്ദാനം കൊടുത്തിരുന്നു മാഗിക്ക്. അത് എന്താണെന്നുള്ളതാണ് വാഗ്ദാനം. ഇതായിരുന്നു, അതായത് താൻ എന്നാണോ ഇന്ത്യയിൽ പോകുന്നത് തീർച്ചയായിട്ടും മാഗിയുടെ സഹോദരനായ ഫ്രാങ്കിന്റെ കല്ലറയിൽ അവിടെ പോയി വിസിറ്റ് ചെയ്യുമെന്നും അവിടെ പൂ വയ്ക്കുമെന്നുമായിരുന്നു അദ്ദേഹം കൊടുത്ത വാക്ക്. തന്റെ ബ്രദർ ശവക്കല്ലറ, അതായത് തന്റെ ബ്രദറിനെ അടക്കം ചെയ്തിരിക്കുന്നത് മോർട്ട് മോൺട്രയിലാണ്. അതെവിടെയാ? ദേര ഖാസി ഖാനിലെ മോർട്ട് മോൺട്രയിലാണ് ബ്രദർ നിലകൊള്ളുന്നത്. അപ്പോൾ അവിടെ പോയി അദ്ദേഹത്തെ കാണുമെന്നായിരുന്നു കൊടുത്തിരുന്ന വാക്ക്. ഓക്കെ. ദെൻ വൈ ഡിഡ് മാഗി ഗിവ് എ shilling to Mr. Gupta? മാഗി ഗേവ് എ shilling to Mr. Gupta to buy flowers and plates. മാഗി എന്തിനാ പൈസ കൊടുത്തത്?
പൂക്കൾ വാങ്ങാനും അതേപോലെ തന്നെ ബ്രദറിന്റെ കല്ലറയിൽ വെക്കാനും വേണ്ടിയായിരുന്നു പൈസ കൊടുത്തത്. ദെൻ എക്സ്പ്ലെയിൻ ദ റീസൺ വൈ മിസ്റ്റർ ഗുപ്ത ആക്സെപ്റ്റഡ് ദ ഷില്ലിംഗ്. എന്തുകൊണ്ടാണ് ഗുപ്ത എക്സ്പ്ലെയിൻ ദ റീസൺസ് വൈ മിസ്റ്റർ ഗുപ്ത ആക്സെപ്റ്റഡ് ദ ഷില്ലിംഗ്. ഷില്ലിംഗ് സ്വീകരിക്കാനായിട്ടുള്ള കാരണം എന്തായിരുന്നു? ഇനിഷ്യലി മിസ്റ്റർ ഗുപ്ത വാണ്ടഡ് ടു ഗീവ് ബാക്ക് ദ ഷില്ലിംഗ് ടു മാഗി, telling her that there were plenty of flowers in India and he could get some flowers free to place them on her brother's grave. But this would deprive the girl of the joy of sacrifice she was making for her dead brother. So Mr. Gupta accepted the shilling. The grief in her heart would lessen the sacrifice she was making. To earn a shilling, she had to do a lot of work. അത് ചോദ്യം ഇതാണ്, മിസ്റ്റർ ഗുപ്ത ഷില്ലിംഗ് സ്വീകരിച്ചതിന്റെ റീസൺസ്. ആരംഭത്തിൽ യഥാർത്ഥത്തിൽ മിസ്റ്റർ ഗുപ്ത അത് തിരിച്ചു കൊടുക്കാനായിട്ട് നോക്കി. എന്നിട്ട് മാഗിയോട് പറഞ്ഞത് എന്തെന്നാല്, ദർ വെയർ പ്ലെന്റി ഓഫ് ഫ്ലവേഴ്സ് ഇൻ ഇന്ത്യ, അതായത് പൈസ തരണ്ട, ഞാൻ ഇന്ത്യയിൽ ചെല്ലുമ്പോഴേക്കും ഞാൻ തന്നെ അത് പൂക്കൾ ധാരാളം ഇന്ത്യയിൽ കിട്ടാൻ സാധ്യതയുണ്ട്, ഞാൻ തന്നെ അത് കളക്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയി വെച്ചോളാം എന്നാ പറഞ്ഞത്. അപ്പോഴത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും അന്നേരം പറഞ്ഞു, അത് വേണ്ട, എന്റെ സഹോദരന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെങ്കിൽ ഞാൻ തന്നെ പൈസ മുടക്കി അത് ചെയ്യണം. അപ്പോൾ അത് ചെയ്യണമെന്ന് പറയുകയും പൈസ കൊടുത്തത് വേണ്ടാന്ന രീതിയിൽ മിസ്റ്റർ ഗുപ്ത പറഞ്ഞപ്പോൾ അതിനെ തടുത്തുകൊണ്ട് നമ്മുടെ മാഗി അതിനെ എതിർത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ സഹോദരന് ഒരു സന്തോഷം കിട്ടണം, ആ ആത്മാവിന് ഒരു സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ താൻ അതിന് പൈസ കൊടുത്ത് തന്നെ വേണം അത് ചെയ്യാൻ. അപ്പോൾ പിന്നെ മിസ്റ്റർ ഗുപ്ത പൈസ അത് സ്വീകരിച്ചു, ഷില്ലിംഗ് സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം ഇവരുടെ ആ ഒരു മനസ്സിന്റെ വിഷമം മനസ്സിലാക്കുകയും ആ പൈസ വാങ്ങിച്ച് ആത്മാവിനെ നിത്യശാന്തി വരുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഷില്ലിംഗ് സ്വീകരിച്ചുകൊണ്ട് നാട്ടിൽ പോയപ്പോഴേക്കും, ഇന്ത്യയിലേക്ക് പോയപ്പോഴേക്കും അവിടെ അത് ഇവർ പറഞ്ഞേൽപ്പിച്ച ആ ഒരു ഫ്ലവർ അവിടെ പ്ലേസ് ചെയ്യുകയും, അതായത് കല്ലറയ്ക്ക് മുന്നിൽ ഫ്ലവർ അർപ്പിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. സോ ഇത്രയും ചോദ്യോത്തരങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിനിടയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ലേ, വൈ ഡിഡ് മാഗി ഗീവ് എ ഷില്ലിംഗ് ടു മിസ്റ്റർ ഗുപ്ത? എന്റെ കംപ്ലീറ്റ് ആൻസർ ഒന്നുകൂടി കേട്ടോളുക. മാഗി ഗേവ് എ ഷില്ലിംഗ് ടു മിസ്റ്റർ ഗുപ്ത ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പ്ലേസ് ദം ഓൺ ഹർ ബ്രദേഴ്സ് ഗ്രേവ് അറ്റ് മോർട്ട് മോൺട്രോ നിയർ ദേര ഖാസി ഖാൻ വെൻ ഹി ഗോസ് ടു ഇന്ത്യ. ഓക്കെ, ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്തോന്നൊരു ഡൗട്ട്, അതുകൊണ്ടാണ് വീണ്ടും അത് പറഞ്ഞത്. അപ്പോൾ 27 ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഈ ലെസണുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇത്രയും, പിന്നെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് വേറെയാണ്. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഏകദേശം ഇത്രയും കൊണ്ടത് കംപ്ലീറ്റ് ആവുകയാണ്. ഈ ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയുള്ള ക്വസ്റ്റ്യൻ ആൻസർ, ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഇത്രയും നിങ്ങൾക്കൊരു ഗൈഡിങ് സപ്പോർട്ടായിട്ട്, നിങ്ങളുടെ ഇംഗ്ലീഷ് ലെസണിന്റെ പഠനത്തിനുള്ള ഒരു ഗൈഡിങ് സപ്പോർട്ടായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.